നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്ലാനറ്റാണ് ചന്ദ്രൻ. നവഗ്രഹങ്ങളിൽ ഏറ്റവും സ്പീഡിൽ പോകുന്ന ആളാണ് ചന്ദ്രൻ. അപ്പം ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞ വീഡിയോസ് പോയി ഒന്ന് കാണണം. ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതൊന്ന് പോയി കാണണം കേട്ടോ. കാരണം ലഗ്നം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ചന്ദ്രനെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്, അതും ഒന്ന് കണ്ടിട്ട് വേണം ഇന്നത്തെ ഈ പറയുന്ന ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചൊന്ന് നോക്കേണ്ടത്. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൂണിൽ ലഗ്ന അല്ലെങ്കിൽ മൂൺ അസെൻഡൻറ്റിൽ പ്ലേസ് ചെയ്താൽ എന്തൊക്കെയായിരിക്കും ഫലം? ആദ്യം നമുക്കൊരു ജനറൽ ഫലമൊക്കെ നോക്കാം. കാൽപ്പനികമായിട്ടുള്ള ചിന്തകളുടെ ഒരു അതിപ്രസരം ഉണ്ടായിരിക്കും ഇവരുടെ ഉള്ളിൽ. അതേപോലെ തന്നെ ദേഹം അലങ്കരിക്കുന്നതിലും നമ്മൾ പറയത്തില്ലേ, ഈ ഒരു കുറച്ചൊക്കെ പുറംമോടിയിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ഇപ്പോൾ രവി ആണെന്നുണ്ടെങ്കിൽ ആന്തരികമായിട്ടായിരിക്കും അവർക്കൊരു കോൺഫിഡൻസ് വരുന്നത്. പക്ഷേ ചന്ദ്രനാണ് ബലം കൂടുതലെന്നുണ്ടെങ്കിൽ പുറംമോടിയിൽ കുറച്ചൊന്ന് കാണിച്ചാൽ മാത്രമേ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് നന്നായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. മിതാഹാരി ആയിരിക്കും ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവരെന്നാണ് പറയുന്നത്. വേഗതയേറിയ രീതി, പെട്ടെന്ന് ജോലി ചെയ്യുക, പെട്ടെന്ന് കാര്യങ്ങളെ തീർത്ത് വെക്കുക, പെട്ടെന്ന് സംസാരിക്കുക, പെട്ടെന്ന് ചിരിക്കുക, പെട്ടെന്ന് കരയുക, ഇതൊക്കെ. അതുപോലെ തന്നെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അസ്വസ്ഥ രീതികൾ, ഇമോഷണൽ ഇംബാലൻസ്, ഇതൊക്കെ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യം വരികയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഭാഗ്യദോഷങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വെറുതെ യാത്ര ചെയ്യാനുള്ള ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാവും. ചന്ദ്രൻ ബലപ്പെട്ടാൽ മാതൃകാപരമായിട്ടുള്ള ചിന്തകൾ ഇവർക്കുണ്ടാവും. അന്വേഷണ ബുദ്ധി, വികാര വിക്ഷോഭങ്ങൾ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് സ്നേഹം കൂടുക ഒക്കെ. ചന്ദ്രന് മറ്റ് പല ഗ്രഹങ്ങൾ ഇടപെട്ടാൽ വളരെ പ്രശ്നമാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ശനിക്ക് ചന്ദ്രയോഗം വന്നു കഴിഞ്ഞാൽ ലഗ്നത്തിലാണെങ്കിൽ എപ്പോഴും സങ്കടം, ഇവരിൽ എപ്പോഴും മുഖത്തൊരു സങ്കടം, ഉള്ളിൽ എപ്പോഴും ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സ്റ്റേറ്റ് ഇവർക്കുണ്ടാവും. ഒന്നിലും ഒരു തൃപ്തി വരാത്തൊരവസ്ഥ വരും. പൊതുവെ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലുള്ളവർക്കും അങ്ങനെ ആയിരിക്കും, ഒരു തൃപ്തിക്കുറവായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ചന്ദ്രന് കുജബന്ധം വരികയും ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്താൽ സ്ത്രീ ജാതകത്തിലാണെങ്കിൽ കുജേന്ദു ഹേതു പ്രതിമാസാർത്ഥവം എന്ന് പറഞ്ഞൊരു പ്രമാണമുണ്ട്. അപ്പം ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതിഭയങ്കരമായിട്ടുള്ള വേദനയോ ഒക്കെ ആ കാലങ്ങളിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ രവിചന്ദ്ര യോഗമാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റീരിയ പോലെയുള്ള അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാം. ഗുരുചന്ദ്ര യോഗമാണെങ്കിൽ തത്വബോധം കൂടും, രാജകീയ പ്രൗഢി ഉണ്ടാവും. ഗജകേസരി പോലുള്ള യോഗമാണത്. അപ്പോൾ അത് നല്ല ഉയർച്ചയിലേക്കൊക്കെ എത്താനുള്ള യോഗമാണ് ലഗ്നത്തിൽ ഗുരുചന്ദ്ര യോഗമൊക്കെ വരുന്നത്. സാമ്പത്തികമായിട്ടൊന്നും ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവാത്ത യോഗങ്ങളിൽ പെടുന്നതാണ്. ഇത് ബലമാണെങ്കിലാട്ടോ, ബെനിഫിക് ആണെങ്കിലാണേ. അതേപോലെ ചന്ദ്രൻ ലഗ്നത്തിൽ ബലപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകും. പക്ഷേ ജലരോഗങ്ങൾ എപ്പോഴും ഉണ്ടാകും, ജലജന്യ രോഗങ്ങൾ. അതുപോലെ തന്നെ മൂക്കെപ്പോഴും നനഞ്ഞിരിക്കും, എപ്പോഴും നനഞ്ഞ ഒരു പ്രകൃതം, മൂക്കെപ്പോഴും നനഞ്ഞിരിക്കും. അപ്പോൾ പൊതുവെ നമുക്ക് ഇവർ പോസിറ്റീവ് ആയാൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അവരുടെ ഗട്ട് ഫീലിങ്സിനും ഒക്കെ അവർ വലിയ വാല്യൂ കൊടുക്കും. അവർക്കുള്ളിൽ ഒരു വിളി വരും, ഇത് ശരിയാവും അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല എന്നൊക്കെ ഒരു ഉൾവിളി ഉണ്ടാവും. എമ്പത്തായിരിക്കും ഇവർ. അതേപോലെ നർച്ചറിങ് ആവും. അതുപോലെ തന്നെ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുകയും നല്ല ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, അഡ്ജസ്റ്റബിൾ ആവും, സാഹചര്യങ്ങളോടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു കഴിവുണ്ടാവും. ഒരു അഡാപ്റ്റബിലിറ്റിയാണ്, സാഹചര്യങ്ങളോട് എങ്ങനെ പെരുമാറണം, അവിടെ എങ്ങനെ ഫ്ലെക്സിബിൾ ആവണം, അവിടെ എങ്ങനെ അഡ്ജസ്റ്റബിൾ ആവണം, എൻവിറോൺമെൻറ്റിനനുസരിച്ചൊക്കെ എങ്ങനെയാണ് അവിടുത്തെ ഒരു പാരിസ്ഥിതികമായ രീതിക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് ഇവർക്കൊരു ധാരണ ഉണ്ടാവും. അതിന് സംശയമൊന്നുമില്ല ബലപ്പെട്ടാൽ. ക്രിയേറ്റിവിറ്റി സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവരുടെ ക്രിയേറ്റിവിറ്റി സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിക് രീതികൾ ഉണ്ടാവും. ഇമാജിനേറ്റീവ് ആയിരിക്കും. ചിന്തിച്ച് കാട് കയറാൻ ഇവരെ കഴിഞ്ഞുള്ളൂ. ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർ ഏതൊക്കെയോ തലങ്ങളിലേക്ക് ചിന്തിച്ച് പോകാനുള്ള കഴിവ് ഉണ്ടാവും.
നല്ലതായിട്ട് കേട്ടോ, നല്ലതായിട്ടും. ഇതിൻ്റെ മോശമായിട്ടുള്ളത് പിന്നെ പറയാം. ഇമാജിനേറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ആയിരിക്കും. ഇവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിരിക്കും. ഇവരെ ആദ്യമായിട്ട് കാണുമ്പം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു മുഖമായിരിക്കും, എപ്പോഴും ചിരിച്ച് വളരെ പ്രസന്നമായിട്ടുള്ളൊരു മുഖമായിരിക്കും, എപ്പോഴും ചിരിച്ച് എല്ലാവരെയും ഇങ്ങനെ ഇടപെടുന്ന രീതി. പെട്ടെന്ന് ടയേർഡാവും കേട്ടോ ഇവർ. ചിരിച്ച് 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 ഓവറായിട്ട് ചിരിച്ച് ഇവരുടെ ഫോട്ടോസോ ഇവരുടെ രീതികളോ ഏതെടുത്ത് നോക്കിയാലും പല്ലെല്ലാം പുറത്തായിരിക്കും. പക്ഷെ ഇവർ പെട്ടെന്ന് ടയേർഡാവും, ഭയങ്കര പെട്ടെന്ന് ക്ഷീണിക്കുന്ന ഒരു പ്രകൃതം. അതുപോലെ തന്നെ ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിരിക്കും, വളരെ ചാമിങ് ആയിരിക്കും, അതുപോലെ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിരിക്കും. ആ ഒരു ഫീലിങ്സിനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. ചന്ദ്രന് നല്ല ബലവും വ്യാഴത്തിന് നല്ല ബലവും രവിക്ക് നല്ല ബലവുമുള്ള ഒരാളാണെങ്കിൽ, ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പം ലഗ്നാധിപന് നല്ല ബലമുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബാലൻസ്, ഇമോഷൻസിനെ സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുപോകാൻ, ഇമോഷണൽ സ്റ്റെബിലിറ്റി അത് കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ്. അതുപോലെ തന്നെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും. അത് ഈ ചന്ദ്രനും ലഗ്നാധിപനും ഒക്കെ ബലപ്പെട്ടാൽ, രവിയും ബലം വരണം കേട്ടോ, രവിയും ഒക്കെ ബലപ്പെട്ടാൽ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫലങ്ങൾ. ഇനി പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ നെഗറ്റീവ് ആകുമ്പോഴുള്ള ഫലങ്ങളാണ്. ഇതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇമോഷണൽ ടർബുലൻസ്, മൂഡ് സ്വിങ്സ്, സെൻസിറ്റിവിറ്റി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ കരച്ചിലും പിഴിച്ചിലും സങ്കടവും ഓവർ ചിന്തയും ഓവർ തിങ്കിങ്ങും അതേപോലെ തന്നെ കാട് കയറിയുള്ള നെഗറ്റീവ് തോട്ട്സുകളും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇമോഷണൽ റിയാക്ടിവിറ്റി, അതേപോലെ ഡ്രാമയൊക്കെ കൂടും. ലൈഫിൽ കുറച്ച് ഡ്രാമാറ്റിക് ആയിരിക്കും. ഈ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ്, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റിയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവരുടെ ഡ്രാമകളൊക്കെ പലതും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം, ആരെങ്കിലും വെറുതെ കേട്ടോണ്ടിരിക്കാനുള്ള ഒരു താല്പര്യം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ജാതകത്തിലാണെങ്കിൽ, സ്ത്രീ ജാതകത്തിലാണെങ്കിൽ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിലും ഇവർ സംസാരിക്കുമ്പോൾ ഒരിക്കലും തിരിച്ച് മറുപടി ഒന്നും പറയരുത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ സൊല്യൂഷനൊന്നും വേണ്ട, ഇവർക്ക് വെറുതെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ മതി. വരും കൺസൾട്ടേഷനൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള ആ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവരുടെ അടുത്ത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരു പറയാനൊരാൾ, സൊല്യൂഷനൊന്നും പറയണ്ട, അവർ വെറുതെ പറയുക, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക. എന്നിട്ട് എങ്ങും തൊടാതെ ഒരു മറുപടിയും പറഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു വേവറിങ് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വലിയ പാടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഇതൊക്കെ ആയിരിക്കും. ഇവർ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ആവും. അതുപോലെ തന്നെ പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ, മതിപ്പുളവാക്കാനൊക്കെ ഇവരെ പെട്ടെന്ന് പറ്റും. ചന്ദ്രനാണ്, പെട്ടെന്നാണ് ഇവർക്ക് ചന്ദ്രൻ ലഗ്നത്തിൽ നെഗറ്റീവായാൽ വരാൻ സാധ്യതയുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ഉദരപ്രശ്നം, വയറിന് എപ്പോഴും പ്രശ്നമായിരിക്കും. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളെല്ലാം. ഒരുപാട് ഉറക്കം വേണ്ടവരാ, അപ്പം ഉറക്കം കുറയുന്ന കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്. അതുപോലെ തന്നെ ഓവർ അറ്റാച്ച്മെൻറ്റ്സ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഈ ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ പോയി പെട്ടിട്ട് അതിൽ ക്ലിങ് ഓൺ ചെയ്തിട്ട് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതുപോലെ ഒരു സമയം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതേ സമയം തന്നെ വേറൊരു സൈഡിലൂടെ മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ചന്ദ്രനാണ്. ആലോചിച്ചോണം. ചന്ദ്രതാരാബന്ധം എന്ന് പറയുന്ന ആ കഥ, താര എന്ന് പറയുന്നത് ഗുരുവിൻ്റെ പത്നിയാണ്. അപ്പോൾ ആലോചിച്ചോണം ഇവരുടെ ഒരു ചന്ദ്രൻ ബലഹീനനായി പോയാൽ എന്തായിരിക്കും പറ്റുന്നത്. അപ്പം ഡബിൾ ഡേറ്റിങ് ഒക്കെ, ഒരേ സമയം തന്നെ ഡബിൾ ഡേറ്റ് ചെയ്യുക. ഒരാളിൽ ഇമോഷണലായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ചില ഇൻസെക്യൂരിറ്റികൾക്ക് വേണ്ടിയിട്ട് വേറൊരാളിലും കണക്റ്റഡ് ആവുക. അങ്ങനെ ഒരേ സമയം പല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ന്യായങ്ങളും പറയും. നമ്മളതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും, സ്നേഹത്തിനെ എന്തിനാണ് നിങ്ങൾ പലതായിട്ട് കാണുന്നത്, സ്നേഹം എന്ന് പറയുന്നത് അഖിലസാര മൊഴിയിൽ നിന്നല്ലേ എന്നൊക്കെ പറഞ്ഞു കളയും. കാരണം എങ്ങനെയാണ് ഇൻഫാറ്റുവേഷനെ അല്ലെങ്കിൽ ഡബിൾ ഡേറ്റിങ്ങിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനെ എങ്ങനെ ന്യായീകരിക്കാം എന്നുള്ളത്, ചന്ദ്രൻ ലഗ്നത്തിൽ ബലക്ഷയം വന്ന് നിന്നാൽ, അല്ലെങ്കിൽ ചന്ദ്രന് പൊതുവേ ബലക്ഷയമുള്ളവർക്ക്, ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉള്ളവർക്ക്, ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളവർക്ക് ഉറപ്പായിട്ട് അവരുടെ അടുത്ത് നോക്കിയാൽ അവർ ആ പെടപ്പും വെപ്രാളത്തിലൂടെ അവരത് ന്യായീകരിക്കും. മനസ്സിലാവുന്നുണ്ട്? തേപ്പ് എന്നൊരു, അതാണായാലും പെണ്ണായാലും
തേപ്പൊന്നും അവർക്കൊരു വിഷയമേ അല്ല. ഒരാളെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ വേറൊരാളുമായിട്ട് ബന്ധം വരും. എന്നിട്ട് ഒരാളുടെ ഇത് കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക്, ചിലപ്പോൾ അത് പൊളിയുമ്പോൾ തിരിച്ച് പഴയ ആളിലേക്ക് വരും. പഴയ ആൾ അടുപ്പിച്ചില്ലെങ്കിൽ പിന്നെയും ടെൻഷനും വിപ്രാളങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടത്. ഇനി നമുക്ക് കരിയർ ആൻഡ് ലൈഫ് പാത്ത് എങ്ങനെയാണെന്ന് നോക്കാം. കെയർ ഗീവിങ് പ്രൊഫഷൻസ് ഇവർക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ മാതൃത്വമല്ലേ, അമ്മയെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്യൂൻ മോഡാണ്. അതേപോലെ തന്നെ ഒരു കെയർ ഗീവിങ് ആണ്, മാതൃത്വമാണ്, എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നേഴ്സിംഗ്, ടീച്ചിങ്, കൗൺസിലിംഗ്, തെറാപ്പിസ്റ്റ് ഒക്കെ ആവാൻ പറ്റും. അതുപോലെ ക്രിയേറ്റീവ് ഫീൽഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായം, അതായത് കൃഷി, ഫാമിംഗ് ഒക്കെ ഉണ്ടല്ലോ അത്, പിന്നെ നല്ല കുക്കിംഗ്, നന്നായി കുക്ക് ചെയ്യുന്നത്, റൈറ്റിംഗ്, അതുപോലെ തന്നെ ക്ലോത്ത്സുമായിട്ട്, തുണിത്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെടി വളർത്തൽ, അതേപോലെ മീൻ വളർത്തൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കടൽ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കക്കകളൊക്കെ വെച്ചൊക്കെ ചെയ്യുന്ന ഡിസൈൻസ്, ഇതെല്ലാം ഇവർക്ക് വർക്ക് ചെയ്യും. വൈറ്റ് കളറിനോടുള്ള സ്നേഹം, വൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈൻസ്, ഇതെല്ലാം വളരെ സമാധാനം നമുക്ക് തരുന്ന, മനസ്സിനൊരു സ്വസ്ഥത തരുന്നതായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ക്രിയേറ്റീവ് മേഖലകളിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ശാന്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റോളിലാണ് ഇവർക്ക് കരിയർ പാത്തായിട്ട് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവതാരകരൊക്കെ ആവാൻ പറ്റും. ജേർണലിസം, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഹോട്ടൽസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഉള്ള ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന ആൾക്കാർ, കോൾ സെൻറ്ററിൽ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ജോലികൾ, ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവുക, അങ്ങനെയൊക്കെയുള്ള ജോലികൾ ഒക്കെ പറ്റും. അതേപോലെ ഇമോഷണൽ ഹീലിംഗ് മേഖലകളാണ് ഇവർക്ക് കരിയർ പാത്തായി വരുന്നതെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തെറാപ്പിസ്റ്റുകളാവാൻ പറ്റും. അതുപോലെ തന്നെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും, ലൈഫ് കോച്ചിങ് കൊടുക്കാൻ പറ്റും, മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ പറ്റും. അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്ന രീതികൾ ഒക്കെ പറ്റും. സ്പിരിച്വൽ ഗൈഡൻസുകൾ കൊടുക്കാൻ പറ്റും, യോഗ മാസ്റ്റർ പോലുള്ള കാര്യങ്ങളാവാൻ പറ്റും. മോഡേൺ രീതികൾക്കനുസരിച്ച് കുഞ്ഞു മാസ്റ്റേഴ്സ് ആവാൻ പറ്റും. സ്പിരിച്വൽ ഗുരു വേറെയാണ് കേട്ടോ. സ്പിരിച്വൽ ഗുരു വ്യാഴത്തിൻ്റെ ബന്ധമൊക്കെ വന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിയലൈസ്ഡ് പേഴ്സണാലിറ്റിയാണ് സ്പിരിച്വൽ ഗുരു. ഇതൊരു ആചാര്യ ലെവലിൽ, ഇപ്പോൾ നമ്മൾ യോഗാചാര്യന്മാർ അല്ലെങ്കിൽ യോഗ സ്കൂളുകൾ നടത്തുന്നത്, മെഡിറ്റേഷൻ സ്കൂളുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലുള്ള അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ചന്ദ്രന് ബലം ഉള്ളവർക്ക് അതൊക്കെ ചെയ്യാം. ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ, കേട്ടോണ്ടിരിക്കാം. ഇവരുടെ ഒരു കെയറിങ്, മനുഷ്യനൊന്ന് കേൾക്കാൻ ഒരാളുള്ളതും ഒരു നല്ല വാക്ക് പറയാൻ ഒരാളെ കിട്ടുന്നതൊക്കെ വലിയ കാര്യമല്ല ഇന്നത്തെ കാലത്ത്. ഇവർക്ക് അതൊക്കെ പറ്റും. ആൻട്രപ്രണർഷിപ്പുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നോവേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, കപ്പലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ജലവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഫുഡ് ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകൾ, ഡയറി ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകൾ, ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്തൊക്കെയുള്ള ഇപ്പം നമ്മുടെ പനീർ, അതേപോലുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ, ഡയറി ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറയുന്ന പാല്, മോര്, തൈര്, യോഗേട്ട്, അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി വിഷയങ്ങളുടെ ഇതെല്ലാം നമുക്കൊന്ന് പാക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നത് ഒക്കെ ചന്ദ്രന് ബലം ഉണ്ടെങ്കിലാണ് അത് കൂടുതൽ വിജയിക്കുകയും ചെയ്യുന്നത്. ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുകയും നല്ല ബലമൊക്കെ വരികയും ചെയ്താലാണ് ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ചന്ദ്രൻ്റെ കാരകത്വത്തിലുള്ള കാര്യങ്ങളുമാണ്. പച്ചക്കറികൾ, അതുപോലെ വെളുത്ത പുഷ്പങ്ങൾ, വെളുത്ത വസ്ത്രങ്ങൾ, ഇതെല്ലാം കേട്ടോ. റിലേഷൻഷിപ്പ് പലതരത്തിലുള്ളത്. പോസിറ്റീവായിട്ടുള്ള ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ, ഒരു ഡീപ്പായിട്ടുള്ളൊരു എമ്പതി കണക്ഷൻ ഉണ്ടാവും റിലേഷൻഷിപ്പുകളിൽ ഇവർക്ക്. അത് ഏത് റിലേഷൻഷിപ്പായാലും, മക്കളായിട്ടായാലും ഭർത്താവുമായിട്ടായാലും ഭാര്യയായിട്ടായാലും ഏതുമായാലും ഒരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഇവർക്ക് വരും ചന്ദ്രൻ്റെ ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ. പാർട്ട്ണറിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തും പ്രൊട്ടക്റ്റ് ചെയ്തും പാർട്ട്ണർഷിപ്പിനെ നർച്ചർ ചെയ്യാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. ഫാമിലിയെ നല്ല രീതിയിൽ ടൈ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻസ് ഇവർക്ക് ഫാമിലിയുമായിട്ടുണ്ടാവും. അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവരുടെ ഉള്ളിൽ എന്ത് തരികിട സ്വഭാവം ഉണ്ടായാലും, എന്ത് നെഗറ്റീവ് സ്വഭാവം ഉണ്ടായാലും, ഇവരുടെ ഫാമിലിയെ അതിനാണ് മെയിൻ കൊടുക്കുന്നത്. ഇവർ വേറെ ആരെ ഉപദ്രവിച്ചാലും, ഇവർ ബാക്കി ആരുടെ ഇമോഷൻസിനെ തകർത്ത് കളഞ്ഞാലും ഇവരുടെ ഫാമിലി
ഇവരുടെ ആ ഒരു മെറ്റീരിയൽ, ഇവരുടെ ഫാമിലിയിൽ നിന്ന്, ഇവരുടെ റിലേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവർ നശിപ്പിക്കാൻ നോക്കത്തില്ല എന്നുള്ളതാണ്. ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ റിലേഷൻഷിപ്പ് വഴി നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ, ചങ്ക്, എല്ലാവരോടും സ്നേഹം തോന്നുന്ന നമ്മുടെ ചങ്ക് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരോടും ഒരു സ്നേഹം. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയും, നിങ്ങളെന്തിനാ സ്നേഹത്തിനെ മറ്റ് പലതായി കാണുന്നതെന്നൊക്കെ പറയും. നന്നായി തേക്കാനുള്ള ടെൻഡൻസി, ഗോസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ലാഭം നോക്കിയുള്ള പ്രണയങ്ങൾ. പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, കൊടുക്കേണ്ടത് ധനമാണെങ്കിലും ശരീരമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും കെയറിങ് ആണെങ്കിലും എന്താണെങ്കിലും കൊടുക്കേണ്ടത് കൃത്യസ്ഥാനത്ത് കൊടുത്ത് തനിക്ക് വേണ്ടത് ചൂഷണം ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് ചന്ദ്രൻ ബലക്ഷയം വന്നാൽ, ലഗ്നത്തിൽ നിന്നാൽ ഉണ്ടാവും. പ്രത്യേകിച്ച് ഗുളികനുമായിട്ടൊക്കെ യോഗം വന്നാൽ. ഗുരുവിൻ്റെ പത്നിയായിട്ടുള്ള താരയെ ചന്ദ്രൻ പ്രാപിച്ച വകയിലുണ്ടായതാണ് ബുധൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ചന്ദ്രൻ്റെ ഈ പറഞ്ഞ പല വീക്ക്നെസ്സുകളും ബുധനുമുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ചന്ദ്രബുധന്മാർ വൈശ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ലാഭം എപ്പോഴും നോക്കും. എന്ത് ചെയ്യുമ്പോഴും അവർക്കൊരു ലാഭക്കണ്ണ് ഉണ്ടാവും. ചന്ദ്രൻ്റെ ബലക്ഷയമാണ് ഇൻസെക്യൂരിറ്റി, ആണ് പലപ്പോഴും ജീവിതത്തിൽ ബെറ്റർ ഓപ്ഷൻസിനെ, ഓരോ സമയത്തും ബെറ്റർ ഓപ്ഷൻസിനെ നോക്കുന്നത്. രവിക്ക് ബലം കൂടിയാൽ ലോയലിറ്റിയും ട്രസ്റ്റും ആണെങ്കിൽ ഇവിടെ ബെറ്റർ ഓപ്ഷൻസിനെ ഇവർ ഫൈൻഡ് ചെയ്യും. ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പം ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഇൻസെക്യൂരിറ്റി ഈസ് എ വീക്ക്നെസ് ആണ്, ഒരു വീക്ക്നെസ് ആണ്. റിലേഷൻഷിപ്പ് ഏരിയകളിലും ഇങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടം കാണാതിരിക്കുന്നതുമൊക്കെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരുന്ന സമയത്ത്, നിങ്ങൾ മെൻ്റലി തകർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതും കൂടി ഓർക്കുക. രണ്ടാമത്തത്, വ്യക്തിത്വം, ക്യാരക്ടർ സീറോ ആയിപ്പോവും. ഒരു വിലയില്ലാതായിപ്പോവും. ആർക്കും, ചുറ്റും നിൽക്കുന്ന ആർക്കും ഒരു വാല്യൂ, കുടുംബത്തിലാണെങ്കിലും ചുറ്റുപാട് നിൽക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഒരു വാല്യൂ. ചന്ദ്രൻ്റെ ബലം കുറഞ്ഞ ലഗ്നത്തിൽ നിന്നാൽ ഒരു വാല്യൂ കുറയും എന്നുള്ളതാണ് അനുഭവം. ഇനി സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് നോക്കാം. നന്നായിട്ടൊരു ഇൻഡ്യൂഷണൽ ഗൈഡൻസ് ഇവർക്കുണ്ടാവും. ഉള്ളിൽ നിന്ന് ആരോ കൊണ്ട് നടക്കുന്നതായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. ഭക്തിയുള്ള കാലങ്ങളിൽ എപ്പോഴും അത് സ്റ്റേബിളായിട്ട് പോവില്ല, പക്ഷേ ഭക്തിയുള്ള സമയത്ത് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഭക്തി ഇവർക്ക് ഉണ്ടാവും, സംശയമില്ല. ഇവർ കുറച്ച് എമ്പതായതുകൊണ്ട് തന്നെ ചന്ദ്രന് ബലം കൂടുമ്പോൾ രവിയെ പോലെയല്ല, തീരുമാനമെടുക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ടാരറ്റ് അതുപോലുള്ള കാര്യങ്ങൾ ഓവറായിട്ട് അസ്ട്രോളജിയിലും അതിനെ എടുക്കേണ്ട രീതിയിൽ നമുക്കൊരു കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ അല്ലാതെ ഈ സാധനങ്ങൾ, ടാരറ്റ് ആയാലും അതുപോലുള്ള കാര്യങ്ങളെ കൊണ്ട് അതിൽ അഡിക്റ്റായിട്ട് അതിൽ റിലേ ഓൺ ചെയ്തിട്ട് അത് ലീഡ് ചെയ്യുന്നൊരവസ്ഥയായിട്ട് ആ സ്പിരിച്വാലിറ്റിയിൽ പോലും ഒരു വ്യക്തിത്വ നാശത്തിനുള്ള സാധ്യതയുണ്ട്. ഓവറായിട്ട് ഈ ടാരറ്റ് പോലുള്ള സാധനങ്ങളിൽ ഈ അതേപോലെ കൈനോട്ടം, അതേപോലെ തന്നെ ഈ പക്ഷിയെ കൊണ്ട് കാർഡ് എടുപ്പിക്കുന്നത്, ഇതൊക്കെ ഓവറായിട്ട് അഡിക്റ്റായാൽ നമ്മുടെ വ്യക്തിത്വം കളഞ്ഞിട്ടുള്ള ഒരു അഡിക്ഷൻ, അത് നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ ലീഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ്, നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. ഒരു സെൽഫ് അവെയർനെസ്സും ഒരു ഇമോഷണൽ ബാലൻസും ഒക്കെ വേണം, ഒരു ഇമോഷണൽ ഹീലിങ്ങിന് വേണ്ടിയിട്ട്. ചന്ദ്രന് ബലം കൂടി ലഗ്നത്തിൽ നിന്നവർക്ക് നല്ല ആൾക്കാരെ മനസ്സിലാക്കുന്ന ഒരു കൈൻഡ്നെസ് ഉണ്ടാവും, ഒരു കമ്പാഷനേറ്റ് ആയിരിക്കും, ഒരു എമ്പതി ഉണ്ടാവും, മറ്റുള്ളവരുടെ ദുഃഖത്തിലൊക്കെ പെട്ടെന്ന് സങ്കടം വരികയൊക്കെ ചെയ്യുകയും ചെയ്യും. ഈ ചന്ദ്രന് ബലം കുറഞ്ഞ് ജാതകത്തിൽ, ഇപ്പോൾ ലഗ്നത്തിലാണെങ്കിൽ പോലും ബലം കുറയുകയും ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും സ്വാർത്ഥതയും അതേപോലെ തന്നെ പിശുക്കും വല്ലാണ്ട് കൂടും. ചന്ദ്രന് ബലം കൂടിയാൽ തനിക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും വളരെ ഇഷ്ടമുള്ള ആൾക്കാരും ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞതൊക്കെ ട്രഡീഷണലായിട്ട് പുസ്തകങ്ങളിൽ കണ്ടതും എൻ്റെ ബേസിക്കായിട്ടുള്ള അനുഭവങ്ങളും ഞാൻ എൻ്റെ കൺസൾട്ടേഷനിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളൊക്കെയാണ്.
ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ജാതകങ്ങൾ കിട്ടുമ്പം ഈ അനുഭവങ്ങൾ പല രീതിയിൽ മോഡിഫൈ ചെയ്ത് വരാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആസ്പെക്ട്സുകൾ, ദൃഷ്ടി, മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പം, അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന കോൺസ്റ്റലേഷൻസ്, 27 കോൺസ്റ്റലേഷനിലും എവിടെയൊക്കെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഫലം 27 നക്ഷത്ര ഫലമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക. അപ്പോൾ ചന്ദ്രൻ ലഗ്നത്തിൽ തന്നെ സ്വന്തം നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നതിനനുസരിച്ചും രാശിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം ചന്ദ്രൻ മകയിരം നക്ഷത്രത്തിൽ നിൽക്കുമ്പം അതിൻ്റെ ലോഡെന്ന് പറയുന്നത് ചൊവ്വയാണ്. അതുപോലെ തന്നെ ജ്യേഷ്ഠ അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ബുധനാണ്. അപ്പോൾ ചന്ദ്രനും ബുധനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നോക്കണം. പക്ഷേ ജ്യേഷ്ഠ നക്ഷത്രത്തിനൊരു സ്വഭാവമുണ്ട്. ആ നക്ഷത്ര സ്വഭാവം കൂടി ഇവിടെ അഫക്റ്റ് ചെയ്യും. കാരണം രേവതിയിൽ ചന്ദ്രൻ നിൽക്കുമ്പം അപ്പോഴും ലോഡ് ആരായിരിക്കും? ബുധനാണ്. ആയില്യത്തിൽ നിൽക്കുമ്പോഴും ബുധനാണ്. പക്ഷേ ഈ 3 നക്ഷത്രങ്ങളുടെ സ്വഭാവം വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ചന്ദ്രൻ ഏത് ലഗ്നത്തിൽ നിൽക്കുന്നോ ആ ലഗ്നാധിപൻ്റെ സ്വഭാവവും, ചന്ദ്രൻ ആ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ സ്വഭാവവും നക്ഷത്രാധിപൻ്റെ സ്വഭാവവും, അതുപോലെ തന്നെ കൺജങ്ഷൻ യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും ഭാവാധിപൻ ആ ലഗ്ന ലോഡിൻ്റെയും നക്ഷത്ര ലോഡിൻ്റെയും അതുപോലെ തന്നെ ആസ്പെക്റ്റ്, കൺജങ്ഷൻ, ഇതിൻ്റെ എല്ലാം കൂടെ ആകെ തുകയായിട്ടാണ് റിസൾട്ട് മോഡിഫൈ ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രാക്ടീസ് മതി. കുറച്ച് കാലം അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഇനി റെമഡീസും ടിപ്സും പറയട്ടെ. എങ്ങനെയാണ് ചന്ദ്രൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കതിനെയൊക്കെ ഓവർകം ചെയ്യാം, എങ്ങനെയൊക്കെ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാം എന്നുള്ളത് നോക്കാം. പ്രാക്ടീസ് ഇമോഷണൽ അവെയർനെസ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. 1. അതുപോലെ തന്നെ സാധനകളിൽ എൻഗേജ് ചെയ്യുക. യോഗ സാധനകളിലും മന്ത്രസാധനങ്ങളിലും ഈശ്വര ഉപാസനകളിലും എൻഗേജ് ചെയ്യുക. ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക. 3. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സാധനയിൽ പറഞ്ഞതാണ് അതൊക്കെ, എന്നാൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഡെയിലി ഒരു 1/2 മണിക്കൂറെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ കൾട്ടിവേറ്റ് ഹെൽത്തി റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ ബൗണ്ടറി വെക്കുക. എല്ലാത്തിനും ഓവറായിട്ട് കൊണ്ടുവന്ന് സ്നേഹം കുറഞ്ഞിട്ട് കൊടുത്തിട്ട് അവരുടെ ആവശ്യം കഴിയുമ്പം അടുത്തടുത്തേക്ക് പോകുമ്പോൾ അവരെ ചവിട്ടിട്ട് അടുത്തേക്ക് പോകാതെ എല്ലാത്തിനും ഒരു ലോയൽറ്റിയും ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അടുത്തത്, മനസ്സിനെ ഫാൻറ്റസികളിലേക്ക് വിട്ട് സ്വാർത്ഥതയുടെ പുറകിന് പോകാതെ സത്യത്തിൻ്റെ അടുത്ത് നിൽക്കുക. ബാലൻസ് ഇമോഷൻസ് വിത്ത് ലോജിക് ആൻഡ് റാഷണാലിറ്റി. ധർമാധിഷ്ഠിതമായ യുക്തി കൊണ്ടും ലോജിക്കൽ ചിന്താഗതികൾ കൊണ്ടും റാഷണൽ ചിന്താഗതികൾ കൊണ്ടും ഇമോഷൻസിനെയും ബന്ധങ്ങളെയും ബാലൻസ് ചെയ്യാൻ നോക്കുക. ചന്ദ്രൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്കും പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പലതും മറന്നു പോകും. നിങ്ങളുടെ അവസ്ഥകൾ പഴയതിലേക്ക് തിരിച്ചു പോകാനൊക്കെ ഉള്ളൊരിത് വരും. അതുകൊണ്ടൊരു ഭയം എപ്പോഴും ഉണ്ടാവും. വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. ജീവിതത്തോടും ജീവിതത്തിൽ സഹായിച്ചവരോടും സ്നേഹിച്ചവരോടും നാവ് കൊണ്ട് പറയുന്നതിനപ്പുറമായി മനസ്സുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കുക. ഈ ഇമോഷണൽ ഇൻസെക്യൂരിറ്റി കൊണ്ട് പാർട്ട്ണർഷിപ്പിലൊക്കെ മറ്റുള്ള ഒരാളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഐഡൻറ്റിഫിക്കേഷൻ എന്നൊക്കെ സൈക്കോളജിസ്റ്റുകൾ അതിനെ പറയും. കുറ്റപ്പെടുത്തലുകൾ ഇങ്ങനെ ചങ്ങല പോലെ വന്നുകൊണ്ടിരിക്കും, ഒന്നിന് പുറകെ ആയിട്ട്. നമ്മളവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്നത്, ഞാൻ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല, കാര്യം പുള്ളിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണെന്നാണ്. വാസ്തവത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി ഒരു വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ്സിനെ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രയോറിറ്റികൾ പലതിലും മാറുന്നത്, ബന്ധങ്ങളിലൊക്കെ മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളാണ് ട്രസ്റ്റ് ഇഷ്യൂസിനൊക്കെ കാരണമാകുന്ന ബന്ധങ്ങളിൽ. എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പഴിചാറി അടുത്ത മേച്ചിൽപ്പുറങ്ങളിലേക്ക് സന്തോഷിക്കാൻ പോകുമ്പോൾ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവ്വതിനും ഒരു പ്രതിപ്രവർത്തനമുണ്ടെന്ന് ആലോചിക്കണം. എന്നും പൗർണമിയിൽ തന്നെ ചന്ദ്രന് നിൽക്കാൻ കഴിയില്ല. അത് അമാവാസിയിലേക്കും വരും, പിന്നെ വീണ്ടും പൗർണമിയിലേക്ക് വരും, പിന്നെ അമാവാസിയിലേക്ക് വരും. അതുകൊണ്ട് ഈശ്വരനെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം കിരീടം, ഈശ്വരൻ്റെ കിരീടത്തിൻ്റെ മുകളിൽ ഒരു ചന്ദ്രൻ്റെ കല കാണും. ചന്ദ്രക്കല അണിഞ്ഞിട്ടുള്ള കിരീടം എന്നൊക്കെ പറയുന്നത്, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മഹാവിദ്യകളുടെ എല്ലാം കിരീടത്തിലൊരു ചന്ദ്രക്കല കാണും. അതെന്ന് പറയുന്നത് അത് മാറ്റമില്ലാത്ത
മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്, മാറാത്ത മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്, കാലാതീതമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റമില്ലാത്ത മനസ്സാണ്, ചഞ്ചലിപ്പില്ലാത്ത ദൃഢമായിട്ടുള്ള ഒരു മനസ്സാണ് ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവരുടെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ മഹാവിദ്യകളെ ആശ്രയിക്കാം. ഏറ്റവും നല്ലത് ബലമുള്ള ചന്ദ്രനാണെങ്കിൽ ദുർഗാദേവിയെ ആശ്രയിക്കുക. ബലമില്ലെങ്കിൽ കാളിയെ ആശ്രയിക്കുക, അല്ലെങ്കിൽ കാളി തുടങ്ങിയിട്ടുള്ള രക്തേശ്വരി, രക്തചാമുണ്ഡി തുടങ്ങിയിട്ടുള്ള ദേവതകളെയും ആശ്രയിക്കുക. അപ്പോൾ നവഗ്രഹങ്ങളിൽ ചന്ദ്രൻ ലഗ്നത്തിൽ വരാൻ സാധ്യതയുള്ള ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കുറേയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ചില കാര്യങ്ങളൊന്നും ചിലപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എടുത്ത്, ലോജിക്ക് കൊണ്ടും റാഷണാലിറ്റി കൊണ്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എടുത്ത് ബാക്കിയുള്ളത് തള്ളി മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ കുജൻ ലഗ്നത്തിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. നല്ല രസമാണ്, അത് നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാമേ. നമസ്കാരം.